ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 7-ാം തീയതി തിങ്കളാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. ആദ്യം നാളത്തെ റേഷൻ വിതരണത്തേക്ക് വന്നാൽ മെയ് മാസത്തെ റേഷൻ വിതരണം തന്നെയാണ് നാളെയും മറ്റന്നാളും നടക്കുന്നത്. ശനിയാഴ്ച അവസാനിക്കേണ്ടിയിരുന്ന റേഷൻ വിഹിതങ്ങളുടെ വിതരണം 2 ദിവസത്തെയും കൂടി നീട്ടുകയായിരുന്നു. ആളുകളും ഇനിയും ഏപ്രിൽ മാസത്തെ ഭക്ഷ്യക്കിറ്റും മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളും വാങ്ങാൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീട്ടിവെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും ഇനി വാങ്ങാൻ ബാക്കിയുള്ള എല്ലാ ആളുകളും മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനി 2 ദിവസം കൂടി നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു സുവർണ അവസരം ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി പറയുന്നത് നമുക്ക് പുതുതായി നമ്മുടെ റേഷൻ വിതരണത്തിൽ വരുന്ന ഒരു വിഹിതമാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള ആട്ട. അത് ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന രൂപത്തിലാണ് നമുക്ക് ആട്ട വരുന്നത്. മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഒരു മഞ്ഞ പാക്കിംഗ് ആയിട്ട് 6 രൂപ എന്നുള്ളത് പ്രിന്റ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട്, അതുപോലെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമായിട്ടൊരു ആട്ട വരുന്നു. അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കും പിങ്ക് നിറത്തോടു കൂടിയ പാക്കിങ്ങോട് കൂടി പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കും ആട്ട വരുന്നു. ഇതോടുകൂടി എല്ലാ ആളുകൾക്കും, എല്ലാവിധ റേഷൻ കാർഡുള്ള ആളുകൾക്കും ആട്ട ലഭിക്കുന്നതാണ്. അതാണ് റേഷൻ വിതരണത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം. ജൂൺ മാസത്തെ റേഷൻ വിതരണം 10-ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും ആരംഭിക്കുക. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാണാത്തവർ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ വരുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ 1200 രൂപയുടെ ഒരു ധനസഹായം സംസ്ഥാന സർക്കാർ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ടൌട്ടെ ചുഴലിക്കാറ്റിൽ ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് 1200 രൂപ ഇപ്പോൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ജൂലൈ മാസത്തിലും നമുക്ക് ഭക്ഷ്യക്കിറ്റ് ലഭിക്കും. ജൂലൈ മാസത്തെ ഭക്ഷ്യക്കിറ്റ് എല്ലാ ആളുകൾക്കും ലഭിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരം. ഏകദേശം 85 ലക്ഷം വരുന്ന ആളുകൾക്കായിരിക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുക. 91 ലക്ഷം വരുന്ന റേഷൻ കാർഡുള്ള ആളുകൾക്ക്, അർഹതപ്പെടാത്ത ആളുകൾക്ക് ഭക്ഷ്യക്കിറ്റ് ഇനി ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌണിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നീളാൻ തന്നെയാണ് സാധ്യത. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോഴും 14-ന് മുകളിൽ തന്നെയാണ്. അത് കുറയാത്ത ഒരു സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ നീളാൻ തന്നെയാണ് സാധ്യത. കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്, 10% കുറയാതെ നിയന്ത്രണങ്ങളൊന്നും ഒഴിവാക്കരുത് എന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയതാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകവും തമിഴ്നാടും ലോക്ക്ഡൌൺ നീട്ടിയിരുന്നു. ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും കേരളവും മുന്നോട്ട് പോവുക. ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും 9-ാം തീയതിക്ക് ശേഷം ലോക്ക്ഡൌൺ നീട്ടുന്നതായിരിക്കും. ഇപ്പോൾ സംസ്ഥാനത്ത് അതിനിയന്ത്രണങ്ങളാണ്. തുറക്കാൻ ഇളവ് ലഭിച്ചിരുന്ന എല്ലാ ഇളവുകളും പിൻവലിച്ചിരിക്കുകയാണ്. പ്രഭാത സായാഹ്ന നടത്തത്തിനുള്ള ഇളവുകളും പിൻവലിച്ചിരിക്കുകയാണ്. നാളെ ബാങ്ക് സമയത്തിൽ മാറ്റമുണ്ടാവാനാണ് സാധ്യത. ഉച്ചവരെ ആയിരിക്കും ബാങ്കിന്റെ പ്രവർത്തനം ഉണ്ടാവുക. ഇളവ് ലഭിച്ച സമയത്ത് ബാങ്കുകളുടെ പ്രവർത്തനം 5 മണി വരെ ആക്കിയിരുന്നു. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുക. ഇളവുകൾ ലഭിക്കുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പോലെ രാവിലെ 10 മണി മുതൽ ഉച്ചക്ക് 1 മണി വരെ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.